അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1449, സൂറത്തുൻ നഹൽ 24 മുതൽ 29 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا قيل لهم ماذا أنزل ربكم قالوا أساطير الأولين ليحملوا أوزارهم كاملة يوم القيامة ومن أوزار الذين يضلونهم بغير علم ألا ساء ما يزرون قد مكر الذين من قبلهم فأتى الله بنيانهم من القواعد فخر عليهم السقف من فوقهم وأتاهم العذاب من حيث لا يشعرون ثم يوم القيامة يخزيهم ويقول أين شركائي الذين كنتم تشاقون فيهم قال الذين أوتوا العلم إن الخزي اليوم والسوء على الكافرين الذين تتوفاهم الملائكة ظالمي أنفسهم فألقوا السلم ما كنا نعمل من سوء بلى إن الله عليم بما كنتم تعملون فادخلوا أبواب جهنم خالدين فيها فلبئس مثوى المتكبرين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وإذا قيل لهم അവരോട് ചോദിക്കപ്പെട്ടാൽ മാതാ അൻസല റബ്ബുക്കും, എന്താണ് നിങ്ങളുടെ നാഥൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കപ്പെട്ടാൽ ഖാലു, അവർ പറയും അസാത്തീറുൽ അവ്വലീൻ, പൂർവികരുടെ കെട്ടുകഥകൾ ആണ് എന്ന്. ലിയഹ്മിലു ഔസാറഹും കാമിലത്തൻ, അവരുടെ കുറ്റങ്ങൾ അവർ പൂർണ്ണമായി വഹിക്കാൻ വേണ്ടി യൗമുൽ ഖിയാമ, അന്ത്യനാളിൽ. വമിൻ ഔസാരില്ലദീന യുളില്ലൂനഹും ബിഗൈരി ഇൽമിൻ, ഒരറിവുമില്ലാതെ അവർ വഴിതെറ്റിക്കുന്നവരുടെ കുറ്റത്തിൽ നിന്നും ഒരു വിഹിതം അവർ വഹിക്കാൻ വേണ്ടി. അലാ, അറിയുക, സാഅമാ യസിറൂൻ, അവർ വഹിക്കുന്ന കുറ്റം വളരെ മോശമാകുന്നു, പേറുന്ന ഭാരം വളരെ മോശമാകുന്നു. ഖദ് മക്കറല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവരും ചതിപ്രയോഗം നടത്തിയിട്ടുണ്ട്. ഫഅതല്ലാഹു ബുനിയാനഹും മിനൽ ഖവാഇദി, അങ്ങനെ അവർ കെട്ടിപ്പൊക്കിയുണ്ടാക്കിയതിന്റെ അടിത്തറക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാശം വരുത്തി. ഫഖറ അലൈഹിമുസ് സഖഫു മിൻ ഫൗഖിഹിം, അങ്ങനെ അതിന്റെ മേൽക്കൂര അവരുടെ മേൽ തകർന്നു വീണു. വഅതാഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശ്ഉറൂൻ, അവർ പോലും അറിയാത്ത രൂപത്തിലൂടെ അവർക്ക് ശിക്ഷ വരികയും ചെയ്തു. സുമ്മ യൗമൽ ഖിയാമത്തി, അതുകൊണ്ട് അവസാനിച്ചില്ല, പിന്നീട് അന്ത്യനാളിൽ യുഖ്സീഹിം, അല്ലാഹു ഒരു അപമാനത്തിലാക്കുന്നതാണ്. വയഖൂലു, അല്ലാഹു ചോദിക്കുകയും ചെയ്യും, ഐന ശുറക്കായി, എവിടെയാണ് എന്റെ പങ്കാളികൾ, അല്ലദീന കുന്തും തുഷാഖൂന ഫീഹിം, ആ പങ്കാളികളുടെ കാര്യത്തിലായിരുന്നുവല്ലോ നിങ്ങൾ വിശ്വാസികളോട് വാശി പിടിച്ച് തർക്കിച്ചിരുന്നത്, ആ പങ്കാളികൾ എവിടെയാണ് എന്ന് അല്ലാഹു ചോദിക്കുകയും ചെയ്യും. ഖാലല്ലദീന ഊത്തുൽ ഇൽമ, വിവരം നൽകപ്പെട്ടവർ പറയും, ഇന്നൽ ഖിസിയൽ യൗമ, ഇന്ന് ഏറ്റവും വലിയ അപമാനം, വസൂഅ, ശിക്ഷയും, അലൽ കാഫിരീൻ, സത്യനിഷേധികളുടെ മേലിൽ തന്നെയാണ് എന്ന്. അല്ലദീന തതവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസിഹിം, സ്വന്തത്തെ ആക്രമിച്ചവരായ നിലക്ക് മലക്കുകൾ മരിപ്പിക്കുന്ന ആളുകൾ. ഫഅൽഖവുസ്സലം, അവർ കീഴ്വണക്കത്തെ സമ്മതിക്കുന്നതാണ്. മാകുന്നാ നഅമലു മിൻ സൂ, ഞങ്ങൾ ഒരു തിന്മയും ചെയ്തിട്ടില്ല എന്നവർ പറയുകയും ചെയ്യും. ബല, അതെ, ഇന്നല്ലാഹ അലീമും ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെല്ലാം അല്ലാഹു നന്നായി അറിയുന്നവനാണ് എന്നായിരിക്കും മലക്കുകൾ അവരോട് മറുപടി പറയുക. അതുകൊണ്ട് ഫദ്ഖുലു അബ്വാബ ജഹന്നം, നിങ്ങൾ ജഹന്നം എന്ന നരകത്തിന്റെ കവാടങ്ങൾ കടക്കുക, ഖാലിദീന ഫീഹ,
ആ ജഹന്നമിൽ നിങ്ങൾ ശാശ്വതന്മാരായ നിലക്ക് ഫലബിയസ മസ്വൽ മുത്തക്കബ്ബിരീൻ, അഹങ്കാരികളുടെ അഭയസ്ഥാനം വളരെ ചീത്ത എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ കുറെ സൂക്തങ്ങളിൽ അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ തെളിവുകളും അതേപോലെ ബിംബാരാധന ബുദ്ധിശൂന്യമാണ്, നിരർത്ഥകമാണ് എന്നതിന്റെ രേഖകളും ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സമർത്ഥിച്ചതിന് ശേഷം ഇവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്ത് നിഷേധിക്കുന്ന പ്രവാചകത്വത്തെ നിരാകരിക്കാൻ പണിയെടുക്കുന്ന ആളുകളുടെ ചില വാദഗതികളും അതിനുള്ള മറുപടിയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ് ഇവിടെ. അതാണ് വൈദാ ഖീല ലഹും, അവരോട് ചോദിക്കപ്പെട്ടാൽ മാദാ അൻസല റബ്ബുക്കും, എന്താണ് നിങ്ങളുടെ നാഥൻ അവതരിപ്പിച്ചത് എന്ന് ചോദിക്കപ്പെട്ടാൽ അവര് പറയും അസാത്തീറുൽ അവ്വലീൻ, അത് ആദ്യകാലക്കാരുടെ കെട്ടുകഥകൾ ആണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിനാണ് വാസ്തവത്തിൽ അവരുടെ മറുപടി. ഖുർആൻ അത്ര വലിയൊരു സംഭവമൊന്നുമല്ല, അത് പൂർവികരായിട്ടുള്ള ആളുകൾ എഴുതി വച്ചിട്ടുള്ള കഥകൾ അവിടുന്നും ഇവിടുന്നൊക്കെ ഓരോ ദിവസവും സന്ദർഭത്തിനനുസരിച്ച് മോഷണം നടത്തി ഇവിടെ വന്ന് മുഹമ്മദ് നബി അവതരിപ്പിക്കുകയാണ് എന്ന് പറയും എന്നാണ് ഈ വാക്കിന്റെ ഉദ്ദേശ്യം. നളർ ഇബ്നു ഹാരിസ് എന്ന് പറയുന്ന ഒരാളുടെ വിഷയത്തിലാണ് ഈ സൂക്തം ഇറങ്ങിയതെന്ന് പല വ്യാഖ്യാതാക്കളും വിശദീകരിക്കുന്നുണ്ട്. ഇനി അയാൾക്ക് മാത്രമല്ല, ആ സ്വഭാവമുള്ള എല്ലാവർക്കും ഇത് ബാധകമാണ്. കാരണം എന്താ, നളർ ഇബ്നു ഹാരിസ് ധാരാളം സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും മറ്റുള്ള ഗ്രന്ഥങ്ങൾ, മുൻകാലത്തുള്ള ഗ്രന്ഥങ്ങളൊക്കെ കുറെ ശേഖരിക്കുകയും ചെയ്തിട്ടുള്ള ആളായിരുന്നു. അപ്പൊ ആ ശേഖരിച്ചിട്ടുള്ള മനുഷ്യൻ അയാള് എന്ത് ചെയ്തു, എനിക്ക് വലിയ വിവരമുണ്ട്, മുഹമ്മദ് നബി ഖുർആൻ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നതിനേക്കാളൊക്കെ വിവരങ്ങൾ എന്റെ അടുത്തുണ്ട്, അതിനേക്കാളും ഉഷാറുള്ള വാക്കുകൾ അതേപോലെ തന്നെ ആശയങ്ങൾ എനിക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കും എന്നൊക്കെ ഇവനിങ്ങനെ വീമ്പിളക്കും. അങ്ങനെ വീമ്പിളക്കുന്ന അയാൾ അവരുടെ കൂടെയുള്ള ആളുകൾക്ക്, അയാൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു അബദ്ധമാണെന്ത്, മുഹമ്മദ് നബി അവതരിപ്പിക്കുന്നതൊക്കെ പൂർവ്വവേദങ്ങളിലുള്ള തന്നെയാണ്, അതേപോലെ തന്നെ ഓരോരുത്തരും എഴുതി വെച്ചിട്ടുള്ള കഥകളാണ്, അതാണ് കെട്ടുകഥകൾ, പൂർവീകരുടെ കഥകളാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് അവർ പറയണത്. വാസ്തവത്തിൽ ഇത് ചോദിച്ചാൽ ജനങ്ങൾ കെട്ടുകഥയാണ് അല്ലെങ്കിൽ പൂർവീകരുടെ കഥകളാണ് എന്ന് അവർ പറയുന്നത് അവർക്കൊന്നും മനസ്സിലായിട്ടല്ല, മറിച്ച് നളർ ഇബ്നു ഹാരിസിനെ പോലുള്ള ഇവരുടെ ലീഡേഴ്സ്, നേതാക്കന്മാർ, ആ നേതാക്കന്മാര് പറയുന്നത് ശരിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരെ തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ടാണ് വാസ്തവത്തിൽ ഇவ்விധത്തിലുള്ള ഒരു അബദ്ധം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഒരു നിരീക്ഷണം. മറ്റൊന്ന്, കെട്ടുകഥയാണ് എന്നവർ പറയുന്നത് പരിഹാസപൂർവം പറയുന്നതാണ്. ഇത് വിശ്വസിക്കാൻ കൊള്ളൂല്ല. ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്നത് വിശ്വസിക്കാൻ കൊള്ളൂല എന്നതിലേക്ക് സൂചനയായിട്ടാണ് അങ്ങനെ പറയുന്നത് എന്നും നിരീക്ഷണമുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട ഖുർആൻ അവിടെ നിന്നിട്ട് തുടർന്ന് പറയാണ്, പൂർവികരുടെ കെട്ടുകഥയാണ് എന്ന് പറയുന്ന അവര് അത്തരത്തിലുള്ള ഒരു അബദ്ധം പറഞ്ഞു വെക്കുന്നതിന്റെ അവസാനം എന്താണ്ട്, അവര് ക്ലൈമാക്സ് എന്താ, യഹ്മിലു ഔസാറഹും കാമിലത്തൻ, അവരുടെ കുറ്റം പേറാൻ അല്ലെങ്കിൽ വഹിക്കാൻ വേണ്ടി പൂർണ്ണമായി യൗമുൽ ഖിയാമ അന്ത്യനാളിൽ ഇങ്ങനെ ഒരു അബദ്ധം പറയുന്നതിന്റെ പേരിൽ അവർക്ക് വരാൻ പോകുന്നത്, ആ അബദ്ധം പറഞ്ഞതിന് പൂർണ്ണമായി ശിക്ഷ പരലോകത്ത് ഏറ്റുവാങ്ങേണ്ടി വരിക എന്ന ദുരന്തമാണ് അവരെ കാത്തിരിക്കുന്നത്. ഒമിൻ ഔസാരില്ലദീന യുളില്ലൂനഹും ബിഗൈരി ഇൽമിൻ, ഒരറിവുമില്ലാതെ അവർ വഴിതെറ്റിച്ചിട്ടുള്ള ആളുകളുടെ കുറ്റത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഒരു വിഹിതം അവരേറ്റുവാങ്ങേണ്ടി വരും. അവിടെ ഒരു വിഹിതം, ഇവരുടെ കുറ്റം പൂർണ്ണമായും വഴിതെറ്റിപ്പോയവരുടെ കുറ്റത്തിൽ നിന്നൊരു വിഹിതവും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെ ഏറ്റുവാങ്ങേണ്ടി വരും അവർ. അല അറിയണം സാഅമായ സിറൂൻ, അവർ പേറുന്ന ഭാരം വളരെ മോശം എന്ന് പറഞ്ഞാൽ ഈ അനുഭവിക്കുന്ന ശിക്ഷകളൊന്നും തന്നെ അവർക്ക് സന്തോഷം നൽകുന്നതായിരിക്കില്ല. ഈ പാപഭാരം അവരെ കൊണ്ടെത്തിക്കുന്നത് ഒരു സുഖകരമായ അവസ്ഥയിലായിരിക്കില്ല, അങ്ങേയറ്റത്തെ വിഷമകരമായ സാഹചര്യങ്ങളിലായിരിക്കും അവർ ചെന്നുപെടുക എന്നർത്ഥം. അപ്പൊ ഇവിടെ അവർ ചെയ്ത കുറ്റം പൂർണ്ണമായി അവർ അനുഭവിക്കണം, അവർ വഴിതെറ്റിച്ച ആളുകളുടെ കുറ്റത്തിൽ നിന്നൊരു വിഹിതവും അവർ അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾ ചെയ്ത കുറ്റം അവനല്ലേ ഏൽക്കേണ്ടി വരൂ, മറ്റൊരാളുടെ ഒരു കുറ്റവാളിയുടെ കുറ്റം വേറൊരു ആൾ ഏറ്റെടുക്കേണ്ടി വരില്ല എന്ന് ഖുർആൻ തന്നെയല്ലേ
വലാത്തതുറു വാസുറത്തും വിസറ ഉഖ്റ എന്ന്. പിന്നെ എങ്ങനെയാ ഇവിടെ പിന്നെ അവർ വഴിതെറ്റിച്ചവരുടെ കുറ്റം ഏറ്റെടുക്കണം എന്ന് പറയാം എന്നൊരു ചോദ്യം വരാം. ആ ചോദ്യത്തിന്റെ ഉത്തരം വാസ്തവത്തിൽ എന്താണ്? അതിന്റെ ഉത്തരം അവർ വഴിതെറ്റിക്കുക എന്ന പണി അവരല്ലേ ചെയ്തത്, അത് അവരെ കുറ്റം തന്നെയാണല്ലോ. അവർ വഴി തെറ്റിച്ചപ്പോൾ ആ സാധുക്കൾ വഴി തെറ്റിപ്പോയി. അപ്പൊ വഴി തെറ്റിക്കുക എന്നൊരു കുറ്റം ചെയ്തുകൊണ്ട് മറ്റവർ വഴിതെറ്റാനുള്ള വേദി ഒരുക്കി എന്നത് ഇവരുടെ കുറ്റം തന്നെയാണ്. അതുകൊണ്ടാണ് അവരുടെ കുറ്റത്തിന്റെ ഒരു വിഹിതം എന്ന് ഇവരെ കുറിച്ച് പറയാൻ കാരണം. ഇവിടെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഹദീസുകളിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട് മുഫസ്സിറുകൾ. ഉദാഹരണം ഇമാം തബരി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അയ്യുമാ ദാഇൻ ദആ ഇലാ ളലാലത്തിൻ ഫത്തുബിആ. ഏതെങ്കിലും ഒരാൾ ഒരു വഴികേടിലേക്ക് ആളുകളെ ക്ഷണിച്ചു, ആളുകൾക്ക് പ്രബോധനം നടത്തിയത് വേണ്ടാത്ത കാര്യങ്ങളിലേക്കാണ്. അങ്ങനെ ആ പ്രബോധനം കേട്ടുകൊണ്ട് ഫത്തുബിആ അയാളെ പിന്തുടരപ്പെട്ടു. എന്നാൽ അയാൾ പറഞ്ഞ വിവരക്കേട് കേട്ടു, അല്ലെങ്കിൽ വഴികേട് സ്വീകരിച്ചു വേറെ ചില ആളുകൾ. അങ്ങനെ സ്വീകരിച്ചാൽ ഇന്നലഹു മിസ്ല ഔസാരി മനിത്തബഅഹു, അവനെ പിന്തുടർന്നവരുടെ കുറ്റത്തിൽ നിന്ന് ആ വഴിതെറ്റിയവന് കിട്ടുന്നത് പോലത്തെ ഒരു കുറ്റം ഈ വഴി തെറ്റിച്ചവനുണ്ടാകുന്നതാണ്. മിൻ ഗൈരി യുൻഖസ മിൻ ഔസാരിഹിം ഷൈഉൻ, വഴി തെറ്റിയവരുടെ കുറ്റത്തിൽ നിന്നൊന്നും കുറക്കപ്പെടാതെ തന്നെ. നേരെ തിരിച്ചു അയ്യുമാ ദാഇൻ ദആ ഇലാ ഹുദാ, സന്മാർഗത്തിലേക്കാണ് ഒരാൾ ക്ഷണിച്ചത്, അങ്ങനെ ഫത്തുബിയ അയാളെ പിന്തുടരപ്പെട്ടാൽ ഫലഹു മിസ്ലു ഉജൂരിഹിം മിൻ ഗൈരി യുൻഖസ മിൻ ഉജൂരിഹിം ഷൈഉൻ, അവരുടെ കൂലിയൊന്നും കുറയാതെ തന്നെ അവർ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചു. അത് കേട്ടുകൊണ്ട് സന്മാർഗത്തിനനുസരിച്ച് ജീവിച്ചു പോയ ആളുകൾക്ക് പ്രതിഫലം നൽകപ്പെടുമല്ലോ, ആ പ്രതിഫലത്തിന്റെ അംശവും അവർക്ക് ലഭിക്കും. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ആളുകളെ നന്നാകാനുള്ള പ്രേരണ കൊടുക്കുക എന്ന പണിയെടുത്താൽ ഇവന്റെ വാക്ക് കേട്ട് നന്നായ ആളുകൾക്ക് നന്മ ചെയ്യും, അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൂലി കിട്ടും. എങ്കിൽ ആ നന്മ ചെയ്യാൻ കാരണക്കാരായ ഈ പ്രബോധനം നടത്തിയ ആൾക്കും അതുപോലൊരു കൂലി അള്ളാഹു നൽകും. ഇനി ഒരാൾ വേണ്ടാത്തതിലേക്കാണ് ആളുകളെ ക്ഷണിച്ചത് എങ്കിൽ ആ വേണ്ടാത്തരം ഇവൻ പറയുന്നത് കേട്ടിട്ട് ആളുകൾ ചെയ്യും. അങ്ങനെ ആളുകൾ ചെയ്താൽ ആ കുറ്റത്തിന്റെ ഒരു വിഹിതവും ആര് വഹിക്കേണ്ടി വരും? ഇവൻ വഹിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ സ്വയം വഴിതെറ്റുന്നതോടൊപ്പം മറ്റുള്ളവരെ വഴിതെറ്റിക്കുക എന്ന് പറയുമ്പോൾ രണ്ടു തരം കുറ്റങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഗതികേടിലേക്ക് മനുഷ്യനെത്തും എന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു കസീർ, അതേപോലെ തന്നെ ഇമാം തബരി തങ്ങളടക്കമുള്ള എല്ലാ മഹാന്മാരും അത്തരത്തിലുള്ള സംഗതികൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നന്മയിലേക്ക് ക്ഷണിക്കുക, നല്ല കാര്യങ്ങൾ ആളുകളോട് പറയാ, അതിലേക്ക് പ്രചോദനം ഉണ്ടാക്കുക. എങ്കിൽ നമുക്ക് നമ്മൾക്ക് പറഞ്ഞ നന്മയുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർ പ്രവർത്തിക്കുമ്പോൾ അവരാ നന്മ ചെയ്യാൻ കാരണക്കാരായി എന്നതിന്റെ പേരിൽ നമുക്ക് പ്രതിഫലം ലഭിക്കും. ഇനി നമ്മൾ വേണ്ടാത്തതാണ് ആളുകൾക്ക് പഠിപ്പിച്ചത്, അങ്ങനെ ഒരു വഴിതെറ്റാൻ നമ്മൾ കാരണക്കാരായാൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന കുറ്റത്തിന്റെ ഒരു വിഹിതവും നമ്മൾ പേറേണ്ടി വരും. എന്താ കാരണം? അവരെ വഴിതെറ്റിക്കുക എന്ന വിഷയത്തിലെ, അല്ലെങ്കിൽ അവരെ നന്നാക്കുക എന്ന വിഷയത്തിലെ ഒരു കെയർ ഓഫ് എന്നത് നമുക്കുണ്ട്. അപ്പൊ ആ കെയർ ഓഫിന് വലിയ വിലയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തിനാണ് എന്ത് ചെയ്യണത്, ഇടനിലക്കാരാകുന്നത് എന്നത് വളരെ ചിന്തിച്ചുകൊണ്ട് വേണം ഇടപെടാൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. അതാണ് അലാ സാഅമാ യസിറൂൻ, അറിയണം അവർ ഏറ്റെടുക്കുന്ന പാപഭാരം, പേറുന്ന ഭാരം അത് വളരെ ചീത്തയാകുന്നു, തീരെ സുഖകരമല്ല എന്നർത്ഥം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഖദ് മക്കറല്ലദീന മിൻ ഖബ്ലിഹിം, ഇവരുടെ മുമ്പുള്ളവരും കുതന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിരാളികൾ അവര് വരുന്നതിന് അവർ നബിതങ്ങളോട് ഇவ்விധത്തിലുള്ള കുറെ കുതന്ത്രങ്ങളുമായിട്ട് നബിതങ്ങളെ എതിർക്കാനും റസൂലുള്ളാഹിയെ നിരാകരിക്കാനും തങ്ങളുടെ പ്രബോധനത്തെ വില കുറച്ച് കാണിക്കാനും ശ്രമിക്കുന്നു. എങ്കിൽ ഇത് അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇതിനു മുമ്പ് വന്ന പ്രവാചകന്മാർക്ക് നേരെ അക്കാലഘട്ടത്തിലുള്ള ആളുകളും ഇതേ കുതന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. അതാണ് ഖദ് മക്കറല്ലദീന മിൻ ഖബ്ലിഹിം, ഇവരുടെ മുമ്പുള്ള മക്ക മുശ്രിക്കുകളുടെ മുമ്പുള്ളവരും കുതന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ കുതന്ത്രം പ്രയോഗിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തത്? ഫഅസല്ലാഹു ബുൻയാനഹും മിനൽ ഖവാഇദി, അവർ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ കെട്ടിടങ്ങളുടെ അടിത്തറ, ആ അടിത്തറക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാശം വരുത്തി. അതിന്റെ അടുത്ത് അല്ലാഹ് വന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു തആല വന്നു എന്ന അതിന്റെ നേരെ വാക്കർത്ഥല്ല ഉദ്ദേശം. അവർ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ ആ കെട്ടിടത്തിന്റെ
അടിത്തറ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നാശം വരുത്തി. അങ്ങനെ ഫഖറ അലൈഹിമുസ് സഖഫു മിൻ ഫൗഖിഹിം, അവരുടെ മുകളിലൂടെ ആ കെട്ടിടത്തിന്റെ മേൽക്കൂര അവരുടെ മേലിൽ തകർന്നു വീണു. അവരുടെ മേലിൽ തകർന്നു വീണു. അങ്ങനെ അതാഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശ്ഉറൂൻ, അവര് പോലും അറിയാത്ത ഭാഗത്തുകൂടെ അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വരികയും ചെയ്തു എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരാകരിക്കാനും നിഷേധിക്കാനും ശ്രമിക്കുന്ന ആളുകൾക്കുള്ള കടുത്ത താക്കീതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരാകരിക്കാൻ ശ്രമിക്കുന്നവരെ കാത്തിരിക്കുന്നത് അങ്ങേയറ്റത്തെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയിരിക്കും എന്നതിലേക്ക് സൂചന നൽകാനാണ് അല്ലാഹു തആല ഇത് പറയുന്നത്. കാരണം നബിതങ്ങൾ ഏറ്റവും ശ്രേഷ്ഠരായ പ്രവാചകരാണ്. മുമ്പ് വന്ന പ്രവാചകന്മാരുടെ ഒക്കെ ലീഡർഷിപ്പ് ഉള്ളവരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ ആ പ്രവാചകന്മാരുടെ കാലത്ത് പ്രവാചകന്മാരോട് ആളുകൾ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടേതായിട്ടുള്ള കുതന്ത്രങ്ങളെല്ലാം തകർത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് നബിതങ്ങൾക്കെതിരിൽ അவ்விധത്തിലുള്ള കുതന്ത്രങ്ങളുമായിട്ട് വന്നാൽ അത് നിങ്ങൾക്ക് തന്നെ അടിയായി മാറുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ പറഞ്ഞിട്ടുള്ള വിഷയം. ഈ കെട്ടിടത്തിന്റെ ഒരു കഥ പറഞ്ഞല്ലോ ഇപ്പൊ ഇവിടെ, ഫാത്തല്ലാഹു ബുനിയാനഹും മിനൽ ഖവാഇദി, അവരുടെ കെട്ടിടത്തിന്റെ അടിത്തറ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തകരാറിലാക്കുമെന്ന്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു കെട്ടിടമാണോ അതല്ല ഒരു ആലങ്കാരികമായി പറഞ്ഞതാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടു വീക്ഷണമുണ്ട്, ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ. അതായത് ഒന്ന് പറയുന്നത് അവർ ഈ വഴികേടിന്റെ വിവരക്കേടിന്റെ നിഷേധത്തിന്റെ ഒക്കെ ഒരു വല്ലാത്ത ഒരു 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 സംവിധാനം അവരിങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ സന്നിവേശിപ്പിക്കുകയാണ്. അതിനെ ഒരു കെട്ടിടത്തോട് സാമ്യപ്പെടുത്തിക്കൊണ്ട് ആ കെട്ടിടം അല്ലാഹു തആല തകർത്ത് കളഞ്ഞു, അങ്ങനെ അതിന്റെ ദുരന്തം അവരുടെ മേലിൽ പെയ്തു തീർന്നു എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത് എന്നാണ് ഒരു നിരീക്ഷണം. മറ്റൊന്ന്, ഒരു പർട്ടിക്കുലർ കെട്ടിടം തന്നെ ഇവിടെ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ്. അതേതാ? നമ്രൂദ് ബിനു കൻആൻ എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ധിക്കാരികളായ ഭരണാധികാരികളിൽ ഒരാളായിരുന്ന നമ്രൂദ് എന്ന് പറയുന്ന മനുഷ്യൻ. ആ നമ്രൂദ് എന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലെ എതിരാളിയായിട്ടുള്ള ഇബ്രാഹിം നബിന്റെ തീക്കുണ്ടാരത്തിലിടാനൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ചെയ്ത ആ ബാബിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഭരണം നടത്തിയിരുന്ന നമ്രൂദ് ബിനു കൻആൻ, അയാളുടെ വിഷയത്തിലാണ് ഈ ആയത്ത് പരാമർശിക്കുന്നത്. അതെന്താണ്? അയാള് 5000 മുഴം വലുപ്പമുള്ള ഒരു വലിയ കോട്ട പണിത് ഒരു കെട്ടിടം ഉണ്ടാക്കി. ആ കെട്ടിടം ഉണ്ടാക്കിയിട്ട് എന്തിനാ ഉണ്ടാക്കണത്? ആകാശത്തേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിക്കാൻ സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തിന്റെ വല്ലാത്തൊരു ശൈലിയിൽ ആ കെട്ടിടം ഉണ്ടാക്കിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഫഹബ്ബല്ലാഹു റീഹ ഫഖറ അലൈഹി വഅലാ ഖൗമിഹി ഫഹലകൂ. അല്ലാഹു തആല ശക്തമായ കാറ്റടിപ്പിച്ചുകൊണ്ട് ആ കെട്ടിടം തകർത്ത് അവരുടെ മേലിൽ തന്നെ അത് പതിക്കുകയുണ്ടായി. അങ്ങനെ അവരെല്ലാവരും നശിച്ചുപോയി. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ കെട്ടിടത്തിന് കേടുപാടുണ്ടാക്കി അത് അവരുടെ മേലിൽ പതിച്ചു വീണു എന്ന് പറയുന്നത് ആലങ്കാരികമാണോ? യഥാർത്ഥത്തിൽ റിയലി ഒരു കെട്ടിടം വീണോ എന്ന രണ്ടഭിപ്രായമുണ്ട്. രണ്ടാണെങ്കിലും അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ നിലപാടുകളെ നിരാകരിക്കാനും അവർക്കെതിരിൽ കുതന്ത്രങ്ങൾ മെനയാനും ശ്രമിച്ചവർക്ക് ആ കുതന്ത്രങ്ങൾ അവർക്ക് തന്നെ വിനയാവുകയാണ് ചെയ്തത്, അല്ലാതെ പ്രവാചകന്മാർക്ക് അതുകൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നതിന്റെ ചുരുക്കം. അതാണ് വഅതാഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശ്ഉറൂൻ, അവർ പോലും അറിയാത്ത ഭാഗത്തുകൂടെ ശിക്ഷ അവർക്ക് വന്നു എന്ന് അല്ലാഹു പറയുന്നത്. എന്നാൽ ഈ ശിക്ഷ കൊണ്ട് അവരുടെ പ്രശ്നം തീർന്നുവോ? ഇവിടുന്ന് അവരെ അങ്ങ് നശിപ്പിച്ചാൽ അതോടുകൂടെ അവരുടെ പ്രശ്നങ്ങൾ അവസാനിച്ചുവോ? ഇല്ല. സുമ്മ യൗമൽ ഖിയാമത്തി, പിന്നീട് അന്ത്യനാളിൽ യുഖ്സീഹിം, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അപമാനിക്കുന്നതാണ്, പരാജയപ്പെടുത്തുന്നതാണ്. വയഖൂലു, അല്ലാഹു ചോദിക്കും, ഐന ശുറക്കായി അല്ലദീന കുൻതും തുശാഖൂന ഫീഹിം, എന്റെ പങ്കാളികൾ എവിടെ? അതായത് കീഴ്ദൈവങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ അവതരിപ്പിച്ചിരുന്നവരെവിടെ? എങ്ങനത്തെ ദൈവങ്ങൾ? അല്ലദീന കുൻതും തുശാഖൂന ഫീഹിം, ആ ദൈവങ്ങളുടെ വിഷയത്തിലാണല്ലോ നിങ്ങൾ വാശി പിടിച്ച് ജനങ്ങളോട് തർക്കിച്ചത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്ന പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാരുടെ അനുയായികളെയും പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാനും ഈ കീഴ്ദൈവങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുക തന്നെ ചെയ്യും, അവകളെ ഞങ്ങൾ ഒഴിവാക്കുകയില്ല, അവകളെ ഞങ്ങൾ അവഗണിക്കുകയില്ല എന്ന് വാശി പിടിച്ച് നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ? ആ ദൈവങ്ങൾ ഞങ്ങളുടെ രക്ഷക്കെത്തും എന്നായിരുന്നുവല്ലോ നിങ്ങളുടെ നിലപാട്. എങ്കിൽ എവിടെ ആ ദൈവങ്ങൾ എവിടെ എന്ന് അല്ലാഹു തആല ചോദിക്കും. എന്നാൽ ആ ചോദിക്കുന്നതിന് മറുപടിയില്ലാതെ അവരിങ്ങനെ നിന്ന് വേർക്കുമ്പോ
ഖാലല്ലദീന ഊത്തുൽ ഇൽമ, വിജ്ഞാനം നൽകപ്പെട്ടവർ പറയും, അതായത് ഭൂമിയിൽ ജീവിച്ചപ്പോ പ്രവാചകന്മാർ പറയുന്നതനുസരിച്ച് അവർ ജീവിക്കുകയും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി മാറാൻ, അതേപോലെ പടച്ചവന്റെ വിധിവിലക്കുകൾ ശ്രദ്ധിക്കാൻ സാവകാശമുണ്ടാവുകയും ചെയ്ത സൗഭാഗ്യവാന്മാരായ ആളുകൾ പറയും, ഇന്നൽ ഖിസിയൽ യൗമ വസ്സൂഅ അലൽ കാഫിരീൻ, ഇന്ന് നിന്ദ്യതയും അതേപോലെ ശിക്ഷയും ഒക്കെ നിഷേധികളുടെ മേലിലാണ് എന്ന് പറഞ്ഞാൽ, ഭൂമിയിൽ ജീവിച്ചപ്പോ വിശ്വാസികൾക്കെതിരെ, മുസ്ലിമീങ്ങൾക്കെതിരെ, അതേപോലെ തന്നെ വലിയ സ്വാധീനമില്ലാതിരുന്ന പാവങ്ങൾക്കെതിരെയൊക്കെ എന്തൊരു അഹങ്കാരമായിരുന്നു ഇവർക്ക്. ഇപ്പൊ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് പറഞ്ഞതുപോലെ ഇവരിങ്ങനെ പഞ്ചപുച്ഛമടക്കി കാത്തു നിൽക്കുന്നത് കണ്ടില്ലേ എന്ന അർത്ഥത്തിൽ വിശ്വാസികൾക്ക് അവിടെ സന്തോഷിക്കാനും ഇവരെക്കുറിച്ച്, അതായത് ഇവർക്ക് വന്നുപെട്ടിട്ടുള്ള ഈ ദുരന്തങ്ങൾ ആലോചിച്ച് സന്തോഷിക്കാനുള്ള അവസരം അല്ലാഹു തആല നൽകുന്നതാണ് അവിടെ എന്നാണ്. ശമാഅത്തുല്ലാഹതാണ് അതിന് പറയാം. ശത്രുവിന് ദുരന്തം വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് ഭൂമിയിലാണെങ്കിൽ അതൊരു പരീക്ഷണമാണെന്നാ, പരലോകത്തും ഇവർക്കത് പരീക്ഷണമായിട്ട് തന്നെയാണ് വരുന്നത് എന്ന് പറയേണ്ടത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അല്ലദീന തതവഫാഹുൽ മലായികത്തു ളാലിമി അൻഫുസിഹിം, സ്വന്തം ശരീരത്തോട് അതിക്രമം കാണിച്ചവരായ നിലക്ക് ജീവിച്ച ജനങ്ങളെ അള്ളാഹുവിന്റെ മലക്കുകൾ മരിപ്പിക്കുന്നു. അങ്ങനെയുള്ള ജനങ്ങൾ, ആ ജനങ്ങൾ ഫൽഖൗസലം, അങ്ങനെ മരിക്കുന്ന നേരത്ത് ഫൽഖൗസലമ, അവർ കീഴ്വണക്കം അവതരിപ്പിക്കാൻ റെഡിയായി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അല്ലാഹു തആല പറഞ്ഞതൊക്കെ ഞങ്ങൾ സ്വീകരിച്ചോളാം, ഞങ്ങളൊന്ന് ഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി മടക്കി തന്നാൽ ഞങ്ങൾ നന്നായിക്കോളാം, ഞങ്ങളുടെ പഴയ നിഷേധങ്ങളൊക്കെ ഞങ്ങൾ വിട്ടോളാം എന്നവർ പറയും. എന്ന് മാത്രമല്ല, മാകുന്നാ നഅമലു മിൻ സൂഇൻ, ഞങ്ങളൊരു തിന്മയും ചെയ്തിരുന്നില്ല എന്ന് വാദിച്ച് നുണ പറഞ്ഞ് രക്ഷപ്പെടാനും അവർ ശ്രമിക്കും. പക്ഷെ മലക്കളുടെ മറുപടി എന്താ? ബല, എന്നാൽ ഇന്നല്ലാഹ അലീമും ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ എന്തൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് അള്ളാഹുവിന് നന്നായിട്ട് അറിയാം, അതിനനുസരിച്ചുള്ള പ്രതിഫലം അല്ലാഹു തആല നിങ്ങൾക്ക് തരികയും ചെയ്യും. ഇപ്പൊ ഇനി മറ്റു കുമ്പസാരങ്ങളുടെ ഒന്നും ആവശ്യമല്ല എന്ന് ആ മലക്കുകൾ പറയും. അതോടൊപ്പം തന്നെ അവരോട് ഉടനെ തന്നെ പറയപ്പെടുകയാണ്, ഫദ്ഖുലു അബ്വാബ ജഹന്നം, നിങ്ങൾ ജഹന്നം എന്ന നരകത്തിന്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കുക, ഖാലിദീന ഫീഹ, ആ ജഹന്നമിൽ നിങ്ങൾ ശാശ്വതന്മാരായ നിലക്ക് ഇനി കാലാകാലം നിങ്ങൾക്ക് താമസിക്കാനുള്ള ഇടം ഈ ജഹന്നം എന്ന നരകമാണ് എന്ന് പറയും. ഫലബിഅ്സ മുത്തകബ്ബിരീൻ, സത്യത്തോട് മത്സരിച്ച അഹങ്കാരികളുടെ വാസസ്ഥലം, മടക്കസ്ഥലം അത് വളരെ ചീത്ത എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. സത്യവും അതേപോലെ തന്നെ ശരിയും പ്രവാചകന്മാരും അതിനുശേഷം അവരുടെ നിലപാടുകൾ ശരിയായി അവതരിപ്പിച്ച മഹാമനീഷികളുമൊക്കെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതിനോട് പല്ലിളിച്ച് കാണിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചാൽ ആത്യന്തികമായ പരാജയം നമ്മളെ പിടികൂടുമെന്നത് ഗൌരവതരമായി ചിന്തിക്കണം എന്നാണ് ഇത് പറയുന്നതിന്റെ ചുരുക്കം. റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.